പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ലൂക്കോസ് 18:17 യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത് എന്താണെന്ന് കേൾക്കാം. ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാളും അതിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അവിടെ എഴുതപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാരോട് ഇത്തരത്തിൽ പറയുവാനുള്ള കാരണം എന്താണ്? അതിനുള്ള കാരണം ലൂക്കോസ് 18:15-16 വാക്യങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. യേശു തൊടേണ്ടതിന് ചിലർ ശിശുക്കളെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാർ അത് കണ്ട് അവരെ ശാസിച്ചു. യേശു അവരെ അകത്ത് വിളിച്ച്, പൈതങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്, ദൈവരാജ്യം ഇങ്ങനെയുള്ളവിടമാകുന്നു എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് ഇത്തരത്തിൽ പറഞ്ഞപ്പോൾ അവർക്ക് തിരിച്ചറിവ് വന്നു കാണുമല്ലോ. എന്നാൽ യേശുവിൻ്റെ അടുക്കൽ ശിശുക്കളെ പ്രാർത്ഥിക്കുവാനായി കൊണ്ടുവന്നവരെ ശിഷ്യന്മാർ ശാസിക്കേണ്ട യാതൊരു ആവശ്യവും അവിടെ കാണുന്നില്ല. എങ്കിലും അവർ അവരെ ശാസിച്ചത് യേശുവിനെ ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ യേശു അവരെ പരസ്യമായി മറ്റാരും കേൾക്കാത്ത തരത്തിൽ വീട്ടിനകത്ത് കൊണ്ടുപോയി രഹസ്യമായി ബുദ്ധി ഉപദേശിച്ചത് വളരെ ശ്രദ്ധേയമാണ്. എന്നാൽ നമ്മൾ പലരും ചെയ്യുന്നത് നേരെ മറിച്ചാണല്ലോ. അങ്ങനെയെങ്കിൽ യേശു അവരോട് അത്തരത്തിൽ ചെയ്തത് നമുക്കൊരു മാതൃകയായിരിക്കട്ടെ. പൈതങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്, ദൈവരാജ്യം ഇങ്ങനെയുള്ളവിടമാകുന്നു എന്ന് യേശു ഇവണ്ണം അവരോട് പറയണമെങ്കിൽ അതിന് ശരിയായ അർത്ഥം നാം ആദ്യം മനസ്സിലാക്കണം. ശിശുക്കളുടെ സ്വഭാവം എങ്ങനെയുള്ളതാണെന്ന് നമുക്ക് നന്നായി അറിയാമെങ്കിലും അല്പമായി ഞാനിവിടെ പറഞ്ഞോട്ടെ. ശിശുക്കളുടെ സ്വഭാവം കളങ്കമില്ലാത്തതാണ്. അവരുടെ അകവും പുറവും അഥവാ മനസ്സും ശരീരവും എപ്പോഴും ശുദ്ധമായിരിക്കും. അങ്ങനെയെങ്കിൽ നമ്മുടെ സ്വഭാവങ്ങൾ എങ്ങനെയുള്ളതായിരിക്കണം? ശിഷ്യന്മാരുടെ ഇടയിൽ ഞാൻ വലിയവൻ നീ ചെറിയവൻ എന്ന അഹംഭാവം ഉണ്ടായിരുന്നില്ലേ? അവരുടെ നിഗമനം മനസ്സിലാക്കിയിട്ടാണ് യേശു അവരോട്, നിങ്ങൾ തിരിഞ്ഞ് ഈ ശിശുവിനെ പോലെ ആയി വരുന്നില്ലെങ്കിൽ സ്വർഗ്ഗരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ അവരുടെ ഉള്ളത്തിൽ കുറ്റബോധം ഉണ്ടായി കാണണം. ഇത്തരത്തിലായിരിക്കട്ടെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന നമ്മുടെയും സ്വഭാവങ്ങൾ. ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാളും അതിൽ കടക്കയില്ല എന്ന് ലൂക്കോസ് 18:17 യേശു പറഞ്ഞത് പ്രാരംഭത്തിൽ നാം ചിന്തിച്ചുവല്ലോ. യേശു ഇങ്ങനെ പറയണമെങ്കിൽ യേശുവിൻ്റെ സ്വഭാവം തികച്ചും ശിശുക്കളുടെ സ്വഭാവം തന്നെ ആയിരിക്കണം. അതുകൊണ്ടായിരിക്കാം ക്രിസ്തുവിൻ്റെ സ്വഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മോട് ബുദ്ധി ഉപദേശിക്കുന്നത്. ആയതിനാൽ ശിശുവിൻ്റെ അഥവാ യേശുവിൻ്റെ സ്വഭാവത്തിലേക്ക് നമുക്കും മടങ്ങി വരുവാൻ ഇടയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. ആമേൻ, ആമേൻ, ആമേൻ.